പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. പ്രിയപ്പെട്ടവരെ, എന്തായാലും ഈ ഒരു വൈകിയ വേളയിൽ ഓണം കഴിഞ്ഞ് ഏകദേശം 2 മാസമായി. എന്നാലും ഓണത്തിന്റെ ഈ ഒരു ഗൃഹാതിര സ്മരണകൾ നമ്മുടെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കും എന്നുള്ളതിനുള്ള ഉദാഹരണമാണ്. എത്ര കഴിഞ്ഞു, ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് വളരെ ആവേശത്തോടെ നിങ്ങൾ ഓണത്തെ എതിരേറ്റത്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യം ആദ്യമേ പറയാം. നല്ല മികച്ച സംഘാടകത്വം കൊണ്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റിയ കാര്യം. ഞങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉച്ചയ്ക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം 32ഓളം വിഭവങ്ങൾ ഏത് സമയത്തും നിറച്ച് ഉണ്ണിക്കുക എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ ഉണ്ടുണരുമ്പോ എല്ലാവർക്കും എന്തൊക്കെ വേണം എന്ന് പറയേണ്ട, അവിടെ നിങ്ങൾ എത്തിയിരിക്കും. അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഈ ഒരു സമാജം, നിങ്ങളുടെ ഈ ഒരു മലയാളി കൂട്ടായ്മയിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷം. നമുക്കത് പാട്ടിലേക്ക് പോകാം. എന്താർക്കൊരു ഉഷാറില്ലാത്ത പോയിക്കൂടെ? നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്നലകളിലെ മരതക മാണിക്യങ്ങളെ നമ്മൾ ഇന്നത്തെ യുവത്വത്തിന് പരിചയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഇനി വരുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറോളം അടിച്ചു പൊളിക്കാം. ഈ വേദി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല, നിങ്ങൾക്ക് കൂടിയുള്ളതാണ്. ഞങ്ങളുടെ കൂടെ ആടാം പാടാം, ഈ വേദിയിൽ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം. ഞങ്ങളുടെ കലാകാരികളുടെയും കലാകാരന്മാരുടെയും കൂടെ നിങ്ങൾക്ക് പാട്ട് പാടാം ഒക്കെ ചെയ്യില്ലേ? നിറഞ്ഞൊന്ന് കൈയടിച്ച് കാണട്ടെ, നിറഞ്ഞ് കൈയടിച്ച മലയാളിയുടെ ശക്തി കാണിച്ച്. ഈ ഭാഗത്ത് ഒരാട് പോലും കൈയടിക്കുന്നില്ല. ഒന്നുകൂടി അടിച്ച് കാണട്ടെ. അപ്പൊ വളരെ മികച്ച ഒരു പാട്ട്, യൂട്യൂബിലൂടെ ഏറെ വൈറലായിട്ടുള്ള ഒരു ഗാനത്തോടു കൂടി ഞങ്ങളുടെ ഈ പരിപാടി ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. വിളിക്കട്ടെ, ആ കലാകാരിയെ വിളിക്കട്ടെ. അപ്പൊ നല്ലൊരു കൈയടി കൊടുത്ത വേണ്ട വേദിയിലേക്ക്. ഹലോ ബാംഗ്ലൂർ, ഹലോ ഹലോ. ഇത്രയും ഒരു ക്രൗഡ് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തരുന്ന ഒരു ഇമ്പാക്ട് ഇത്രേ ഉള്ളൂ. ലവ് യു ടു. അപ്പൊ ഉറക്കെ ഒന്ന് നമ്മുടെ ഈ ഒരു ഏരിയയുടെ ഒരു പവർ ഞങ്ങൾക്കൊന്ന് തന്നെ ഉറക്കെ ഒന്ന് കൂവിക്കേ. പോരെ ഒന്ന് ഉറക്കെ. Ready? 1, 2, 3. ഓക്കെ, താങ്ക് യു. അപ്പോ ഫോക്ക് സോങ് എല്ലാവർക്കും ഇഷ്ടല്ലേ? നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോ അല്ലേ, ഇങ്ങനെ കൈകെട്ടി മസിൽ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കാണേണ്ട ഒന്നല്ല. അപ്പൊ ഞങ്ങളോ നിങ്ങളോ എന്നൊന്നുമില്ല. ഞങ്ങൾ എവിടുന്നാ വരുന്നേ? അങ്ങ് കണ്ണൂര്, തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പോ നമ്മൾക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു വേദിയാക്കി ഇത് മാറ്റണം. ഉറപ്പ് തരൂലേ? എനിക്ക് ഉറപ്പ് തരൂലേ? മസിൽ പിടുത്തൊക്കെ വിട്ട് ഞങ്ങളുടെ കൂടെ പാടുക, ആടുക. റെഡി? ഒന്ന് പാടിക്കേ. ഞാൻ പാടിത്തരാം, ഒന്ന് പാടിക്കണേ. ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊച്ചി പറഞ്ഞ കഥ, അവൾ കൊച്ചി പറഞ്ഞ കഥ.
മലയാളിയാണ്. അപ്പോൾ എല്ലാവരും ഉറക്കെ കഴിച്ച ചേട്ടൻ്റെ അടിപൊളി വെറൈറ്റി സ്റ്റെപ്പ് ഇവിടെ കാണാം.